എത്ര പേര് മൈസൂർ പോയിട്ട് ഈ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ട്? ഞാനില്ലേ ഒരുപാട് തവണ മൈസൂർ പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു സ്ഥലത്ത് ഇന്നേ വരെ പോയിട്ടില്ല. അധികം ഗൂഗിളിൽ ഇങ്ങനെ സ്ഥലമെല്ലാം സെർച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സ്ഥലം കാണലുണ്ട്. പക്ഷേ അന്നെല്ലാം ഇത് അവോയ്ഡ് ചെയ്യുക ചെയ്തത്. കാരണം എനിക്കിങ്ങനെ പൊതുവേ ബേർഡ് സാങ്ച്വറിയിലൊന്നും പോകാൻ വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ്. ഈ പ്രാവശ്യം പിന്നെ മൈസൂർ എപ്പോൾ പോയാലും നമ്മൾ കാണുന്ന വൃന്ദാവനവും മൈസൂർ പാലസും സൂ ഒക്കെ അല്ലേ, എന്നാൽ പിന്നെ ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങോട്ട് ഇട്ടേനും റൂട്ട് മാപ്പ്. ഈ ഒരു ബേർഡ് സാങ്ച്വറി വരുന്നത് രംഗനത്തിട്ട് ശ്രീരംഗപട്ടണ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഇവിടുത്തെ എൻട്രി ടിക്കറ്റ് വരുന്നത് 200 രൂപയാണ്. എൻട്രൻസിലൊന്നും കാര്യമായിട്ട് നമുക്കൊന്നും കാണാൻ കഴിയില്ല. പക്ഷെ കുറച്ച് അങ്ങോട്ട് നടന്നാൽ ഈ ഒരു ബോട്ടിങ്ങിൻ്റെ ഏരിയ കാണും. അവിടെ അത്യാവശ്യം കുറച്ച് ക്യൂ ഒക്കെ ഉണ്ടാവും. പക്ഷേ ഈ ഒരു ബോട്ടിങ്ങിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് വേറെ തന്നെ ഒരു ലോകമാണ്. കാരണം അത്രയധികം വെറൈറ്റീസ് ഓഫ് ബേർഡ്സ് അവിടെ ഉണ്ട്. ഇതുവരെ നമ്മൾ കാണാത്ത ടൈപ്സ്, ഓരോ ഷെയ്ഡ്സിൽ ഓരോ ടൈപ്സിലൊക്കെ ഉള്ള ബേർഡ്സ്, അതിൻ്റെ കൂടുകൾ, പിന്നെ കുറച്ച് മുതലയൊക്കെ ഉണ്ടാവും. മുതല പിന്നെ കാര്യമായിട്ടൊന്നുമില്ല, കുറച്ചേ ഉണ്ടാവും. നമുക്കവർ ഈ ബേർഡ്സ് ഉള്ള സ്ഥലങ്ങളെല്ലാം ചുറ്റി കാണിച്ചു തരും. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയാൽ ചെറിയൊരു ആക്ടിവിറ്റി സോൺ ഉണ്ട്. അവിടെ പോയാൽ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ പോകാത്തവരെന്തായാലും പോവുക, പോയവരെന്തായാലും കമൻറ്റ് ചെയ്യുക.